കുടുംബത്തിന്റെ ഇപ്പോൾ ആരോപണം നേരത്തെ വിധി വന്ന ഘട്ടത്തിലാണ് വിധിയുടെ പകർപ്പൊന്നിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് അന്വേഷണത്തിൽ തുടക്കം തന്നെ പാളിച്ചുണ്ടായിട്ട് ഗൂഢാലോചന അന്വേഷിച്ചില്ല, യുഎപിയെ ചുമത്തിയില്ല, അന്വേഷണത്തിലെ പാളിച്ചകൾ വിധിന്യായത്തിൽ പറയുന്നത് അന്വേഷണത്തിലെ പാളിച്ചയാണ് വിധിയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല പൊതുവെ വിധിയുള്ള വിമർശവും അന്വേഷണം ഫെയിലിയറാണെന്നുള്ളതാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിനെ എങ്ങനെയും താറടിക്കാൻ വേണ്ടി താല്പര്യമുള്ള കക്ഷികൾ, അതിൻ്റെ നേതാക്കൾ ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് യുഎപിയെ ചുമത്തിയില്ല എന്നുള്ളത്. ഇവിടെ നാം കാണേണ്ട കാര്യം IPC 153A അതുപ്രകാരമുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക വഴി കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള വകുപ്പാണ്. ആ വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ 7 വർഷവും 7 ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിൻ്റെ, പ്രോസിക്യൂഷൻ്റെ, സർക്കാരിൻ്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ. അപ്പോൾ യുഎപിയെ ചുമത്താനുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിചാരണ കോടതിയുടെ തീർപ്പിനാണ് വിട്ടത്. യുഎപിയെ നിയമത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞങ്ങൾ മതസ്പർദ്ധ വളർത്താനുള്ള നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്.